ഹായ് ഹലോ, സിജിയാണ് കേട്ടോ. കുൽസ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഏത് പ്ലാന്റിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നതെന്ന് പ്രത്യേകിച്ച് ഇൻട്രോയുടെ ഒന്നും ആവശ്യമില്ല. തംബ്നെയിൽ കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. അത് മറ്റൊന്നുമല്ല, അതിമനോഹരമായ ഒരു പോത്തോസാണ്. നമ്മുടെ വീടുകളിലൊക്കെ ഗ്രീനറി നിറച്ച് നല്ല ഭംഗിയിൽ നല്ലൊരു ഗാർഡനിങ് അറേഞ്ച് ചെയ്യാൻ പറ്റിയ പ്ലാന്റ്സുകളാണ് പോത്തോസുകൾ എന്ന് പറയുന്നത്. പോത്തോസ് അഥവാ മണി പ്ലാന്റ്സ്. ഇതിനെ നമുക്ക് ഇൻഡോറായും ഹാങ്ങിങ് ആയും പടർത്തി വിട്ടും ഒക്കെ വളർത്താൻ പറ്റും. അത്തരത്തിൽ മനോഹരമായ ഒരു പോത്തോസ്, അതായത് നിയോൺ പോത്തോസ്, അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ താരം. അപ്പൊ നിയോൺ പോത്തോസുകൾ എന്ന് പറയുന്ന ഒരു ഫ്ലൂറസെന്റ്, ഒരു ലൈറ്റ്, ഒരു യെല്ലോ കളറിലൊക്കെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ലീഫോട് കൂടിയതാണ് ഇത്. ഈ ഒരു പോത്തോസ് വെച്ച് തന്നെ ഗാർഡൻ സെറ്റ് ചെയ്യുന്നവരുമുണ്ട്. നല്ല ഒരു ഗ്രീനറി നിറയ്ക്കാൻ പറ്റിയ അതിമനോഹരമായ പ്ലാന്റാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ നല്ല ബുഷിയാക്കി ഇതേപോലെ തിക്കാക്കി ഒക്കെ വളർത്തിയെടുക്കാമെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. കൂടാതെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയൊക്കെ പ്രൂൺ ചെയ്ത് കൊടുക്കണം, എന്തൊക്കെ വളമിട്ട് കൊടുക്കണം എന്നിവയെക്കുറിച്ചുമൊക്കെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വീഡിയോയിലോട്ട് പോയി തന്നെ അറിയാം. പോയാലോ നമുക്ക് വീഡിയോയിലേക്ക്. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ഇതുപോലെ കർട്ടൻ പോലെ നമുക്ക് പോത്തോസിനെ വളർത്താം. പക്ഷെ കർട്ടൻ പോലെ നമ്മളിങ്ങനെ വളർത്തുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതിന്റെ ഈ ടോപ്പ് ഭാഗത്തുള്ള ഇലകളൊക്കെ പൊഴിഞ്ഞു പോയിട്ട് ഒരു ഭംഗിയില്ലാതെ വെറുതെ ഇങ്ങനെ വള്ളിയായിട്ട് കിടക്കും. അപ്പോൾ അത് കാണാൻ ഒരു രസമില്ല. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കും. കണ്ടില്ലേ? അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നമുക്ക് നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ വള്ളി പോലെ നിറഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇനി ഇതല്ല, നമുക്ക് തിക്കാക്കി ബുഷിയാക്കി വളർത്തണമെങ്കിൽ അങ്ങനെയും വളർത്താം. ഇതിപ്പോൾ നല്ല ഒരു ബുഷിയായ ഒരു പോട്ടിലാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ? ഇതൊരു പോട്ടിൽ നന്നായിട്ട് നിറഞ്ഞ് ഇങ്ങനെ വെച്ചു. ഇതിനെ നമുക്കിനി ഹാങ് ചെയ്തിട്ട് നല്ല ഭംഗിയായിരിക്കും. കണ്ടില്ലേ? ഇതൊരു കുഞ്ഞൊരു പോട്ടിലാണ് ഇരിക്കുന്നത്. ഇതിങ്ങനെ ബുഷിയായിട്ട്, അപ്പോൾ ഇത് എങ്ങനെ ബുഷിയാക്കാമെന്നൊക്കെ നമുക്ക് പിറകെ അറിയാം. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ ബുഷി പോട്ടാക്കി വളർത്താം, അല്ലെങ്കിൽ നേരത്തെ കാണിച്ചതുപോലെ കർട്ടൻസ് ആയിട്ട് വളർത്താം. ഇനി അതല്ല എങ്കിൽ നമുക്കിതാ ഇതുപോലെ തിക്കാക്കിയും ഇങ്ങനെ വളർത്തിയെടുക്കാം. ഇത് ഇതിൻ്റെ പിറകിലായിട്ടൊരു ഒരു കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഇതിങ്ങനെ ചുറ്റി ഇതിന് വെച്ചിരിക്കുന്നതാണ്. ചെറിയ ഒരു ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്നിടത്ത് വെച്ചെങ്കിൽ ഇതിൽ ഈ ഒരു ലീഫൊക്കെ, പുതുതായി വരുന്ന ലീഫുകളൊക്കെ ഈ ഒരു യെല്ലോ കളറിലൊക്കെ ആയി വരത്തുള്ളൂ. ഇല്ലെങ്കിൽ നല്ല ഒരു ഗ്രീൻ കളറിൽ തന്നെ വരും. അപ്പോൾ ഇപ്പോൾ മഴയായപ്പോൾ ഇതേ ഒച്ചൊക്കെ ലീഫുകളൊക്കെ തിന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ? ഇതിങ്ങനെ നല്ല ഭംഗി ബുഷിയാക്കി ഇഷ്ടം പോലെ വളർന്നിറങ്ങും. അതിന് പ്രത്യേകിച്ച് ട്രിക്സ് ഒന്നും ആവശ്യമില്ല. അത് താനേ വളർന്നോളും. വല്ലപ്പോഴാണ് നമ്മൾ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ ഒരു പഴയ കമ്പി വെച്ചിട്ടുണ്ട്. ആ കമ്പിയിൽ കുറച്ച് ചകിരി ഇളക്കി അതിങ്ങനെ ഇവിടെ വെച്ച് അതൊന്ന് ടയറാപ്പ് വെച്ച് കെട്ടിയിട്ടുണ്ട്. അതിലോട്ടാണ് ഇതിങ്ങനെ വളർന്ന് പടർന്ന് കയറിയിരിക്കുന്നത്. അപ്പോൾ ഇതിനിങ്ങനെ നമ്മൾ ലെങ്ത് കൂടുന്നതനുസരിച്ച് ഇതിനിതാ ഇതുപോലെ ഇളം, കണ്ടില്ലേ? ഇതുപോലെ വരുന്നതിനനുസരിച്ച് നമ്മൾ ഇതിൻ്റെ ഇടയിലോട്ടൊക്കെ അങ്ങ് ചുറ്റി വെച്ച് കൊടുത്താൽ മതി. അത് അവിടെ ഇരുന്ന് നല്ല തിക്കായിട്ട് വളർന്നോളും. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. കണ്ടില്ലേ? ഇങ്ങനെ സൈഡിലോട്ടൊക്കെ കിടക്കുന്ന ബ്രാഞ്ചസുകളെല്ലാം തന്നെ നമ്മളെടുത്ത് അതിലോട്ട് ഒന്ന് ചുറ്റി അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ആ കമ്പിയിലോട്ടോ അല്ലെങ്കിൽ നേരത്തെ വള്ളിയിലോട്ടോ ഒക്കെ ചുറ്റി കൊടുത്താലും മതി. അത് നല്ല തിക്കായിട്ട് കയറി വരും. ഇനി ഇതിനെ നമുക്ക് നല്ല ബുഷിയാക്കി വലിയ ലീഫോട് കൂടിയൊക്കെ വളർത്തണമെങ്കിൽ നല്ല ഹൈറ്റുള്ള ഏതെങ്കിലും ഒരു സപ്പോർട്ട് കൊടുത്തു വിടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും മരങ്ങളുടെ ചുവട്ടിലൊക്കെ വെച്ച് കൊടുത്താലും മതി. നല്ല തിക്കായിട്ട് നല്ല വലിയ ലീഫുകളോടുകൂടി ഇത് നല്ല ഹൈറ്റിൽ പോകുന്നതിനനുസരിച്ച് വലിയ ലീഫുകളായി വന്നോളും. കാരണം ഇതിൻ്റെ ഓരോ നോഡുകൾ എടുക്കുകയാണെങ്കിൽ ആ നോഡിൻ്റെ ഓരോ നോഡിനും റൂട്ട്സുകളുണ്ട്. അപ്പോൾ നമുക്കറിയാമല്ലോ പോത്തോസിൻ്റെ പ്രൊപ്പഗേഷനൊക്കെ. ആ നോഡ് വെച്ച് കട്ട് ചെയ്യുക. എന്നിട്ട് ഒന്നുകിൽ നമുക്ക് മണ്ണിൽ സോയിൽ പ്രൊപ്പഗേഷൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിലിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ സാധാരണയായിട്ട് ചെയ്യുന്നത് വാട്ടർ പ്രൊപ്പഗേഷൻ ചെയ്ത് നന്നായിട്ട് റൂട്ടൊക്കെ വന്നതിന് ശേഷം അതിനെടുത്ത് സോയിലോട്ട് നട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് വളങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല. വല്ലപ്പോഴും ഒത്തിരി ഉണങ്ങിയ ചാണകവും മറ്റും ഇട്ട് കൊടുത്താൽ അത് നല്ല തിക്കായിട്ട് വളർന്നു വന്നോളും. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ വരുന്ന ഈ കട്ടിങ്സുകൾ നമുക്ക് എവിടെ വെച്ചാണോ എത്ര ലെങ്തിന് വേണോ അവിടെ വെച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിനെ നമ്മൾ ഓരോ നോഡുകളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് വെള്ളത്തിലിട്ട് കൊടുത്താൽ തന്നെ മതി. ഇത് നല്ല ഭംഗി, നല്ല വേരൊക്കെ നന്നായിട്ട് റൂട്ടൊക്കെ വന്നതിന് ശേഷം നമുക്കെടുത്ത് പോട്ടി മിക്സിലോട്ട് നട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ബുഷിയായിട്ട് വളർന്നു വരും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ എന്താ ഒരു നമ്മൾ ബുഷി പോട്ടാണ്, ഒരു കുഞ്ഞ് ഹാങ്ങിങ് പോട്ടാണ്. കുഞ്ഞൊരു പോട്ടിലാണ്, ഒരു വളരെ ചെറിയൊരു പോട്ടിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇതിലിങ്ങനെ ഉണങ്ങിയിരിക്കുന്ന ലീഫുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം. എങ്കിൽ മാത്രമേ ഇത് കാണാനൊക്കെ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ.
ഇതിലോട്ട് കിടക്കുന്ന ലീഫുകൾ ഈ സ്റ്റെമ്മുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിലോട്ട് തന്നെ ചുറ്റിച്ച് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ അതിനെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതൊക്കെ വെളിയിലോട്ട് കിടക്കുന്നതായിട്ട് ഈ ഒരു സ്റ്റെമ്മൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ കട്ട് ചെയ്താൽ നല്ല ഭംഗിയിലിത് നിന്നോളും. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ നന്നായിട്ട് അടിപൊളിയായിട്ടത് നല്ല ഭംഗിയായിട്ട് ഇപ്പം നോക്കി, ഇപ്പം കാണാൻ നല്ല രസമല്ലേ. ഇനി അതിനെ നമുക്കെടുത്ത് ഇപ്പം നല്ല രസമല്ലേ. അപ്പോൾ ഇതിനെ ഇനി നമുക്ക് എടുത്ത് വേണമെങ്കിൽ ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യാം. ഒത്തിരി അവിടെ എവിടെ ആയിട്ടൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചാലും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന പീസിനെ 2 or 3 നോഡുകൾ വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് നമുക്ക് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനെ നമുക്ക് 2 or 3 നോഡുകൾ വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ശരിക്കും 2 നോഡോ 3 നോഡോ വെച്ച് കട്ട് ചെയ്യുമ്പം ഈ താഴത്തെ നോഡ്, ഇതുപോലുള്ള താഴത്തെ നോഡ് വെള്ളത്തിൽ തട്ടി നിൽക്കും. അപ്പോൾ ഈ താഴത്തെ നോഡിലെ ലീഫും കൂടെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഇവിടെ നിന്നും ഒക്കെ ഈ നോഡിൽ നിന്നും ഒക്കെ പുതിയതായിട്ട് സ്റ്റെം മുളച്ച് വരും. അപ്പോൾ നല്ല ഭംഗി. നമ്മൾ ഒറ്റ നോഡ് തന്നെ എടുക്കുകയാണെങ്കിൽ അത് തന്നെ വെള്ളത്തിൽ ഡിപ്പായിരിക്കും. പിന്നെ ഈ നോഡിൽ നിന്ന് തന്നെയാണ് പുതിയ ലീഫും വരേണ്ടത്. അതുകൊണ്ട് ബെറ്റർ നമ്മൾ 2 നോഡോ അല്ലെങ്കിൽ 3 നോഡോ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതിനെല്ലാത്തിനെയും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഇതിനെല്ലാത്തിനെയും 2-3 നോഡ് വെച്ച് കട്ട് ചെയ്ത് ഈ താഴത്തെ നോഡിലുള്ള ലീഫൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ട് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെച്ചാലും മതി. ഒരു ബൗളിൽ കുറച്ച് പെബിൾസ് ഒക്കെ ഇട്ടിട്ട് ഈ നോഡുകൾ ഇങ്ങനെ കട്ട് ചെയ്തത് പിന്നെ ഈ വെള്ളത്തിലിട്ട് വെച്ച് കൊടുത്താൽ മതി. വേറെ ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്കിതിനെ ബുഷിയാക്കി എടുക്കാൻ ഇത്രയേ ഉള്ളൂ. ഇതിങ്ങനെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് കൊടുക്കുമ്പോൾ 1 മാസമൊക്കെ കഴിയുമ്പോൾ നിറയെ റൂട്ട്സൊക്കെ വരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്കിട്ട് നമ്മളെടുത്ത് ഈ പ്ലാന്റിനെ ഒന്ന് കഴുകി കൊടുക്കണം. ലീഫൊക്കെ ഒന്ന് കഴുകി ആ റൂട്ടിൻ്റെ അവിടെയൊക്കെ ഡെഡ് സെൽസൊക്കെ കാണും, അതൊക്കെ ഒന്ന് കഴുകി കളഞ്ഞ് ഒന്ന് പ്രോപ്പറാക്കി എടുത്തതിന് ശേഷം നമുക്ക് അങ്ങനെ 1 മാസം ഇട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ 1 മാസം നമ്മളിതുപോലെ വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ല തിക്കായിട്ട് വേരൊക്കെ വന്ന് നല്ല ബുഷിയായി വരുന്നോളും. അപ്പോൾ വേരൊക്കെ വന്നതിന് ശേഷം നമുക്കെടുത്ത് പോട്ടി മിക്സിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്കിട്ട്, അതായത് ആഴ്ചയിൽ 1 ദിവസമൊക്കെ നമ്മൾ ഈ പ്ലാന്റിനെ മൊത്തത്തിൽ എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് ഈ റൂട്ടിൻ്റെ അവിടെയൊക്കെ നിറയെ കറുത്ത കളറിലൊക്കെ ഈ സെൽസുകളൊക്കെ ഡെഡായിട്ടിരിക്കും, അതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് നന്നായിട്ട് വാഷൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ പുതിയ വെള്ളമൊക്കെ ഒഴിച്ച് അതിൽ തന്നെ ഇത് വീണ്ടും ഇട്ട് വെച്ച് കൊടുത്താൽ മതി. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ട് വെച്ച വേറൊരു പ്ലാന്റ് കാണിക്കാം. ഇങ്ങനെ നമുക്ക് അത്യാവശ്യം ലൈറ്റ് കിട്ടുന്നിടത്ത് വേണം വെക്കാൻ, എങ്കിൽ മാത്രമേ നല്ല റൂട്ടിംഗ് സിസ്റ്റം ഒക്കെ നന്നായിട്ട് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് ടേബിൾ ടോപ്പായിട്ട് വെക്കാം, അല്ലെങ്കിൽ വിൻഡോസിൻ്റെ അടുത്ത് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വെക്കാം. അപ്പോൾ നന്നായിട്ട് റൂട്ട് വന്നതിന് ശേഷം നമുക്ക് പുതിയ പോട്ട് മിക്സിലോട്ട് മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ വെച്ചിരിക്കുന്ന വേറൊരു പ്ലാന്റാണ് ഇത്. ഇതിപ്പോൾ അത്യാവശ്യം ലൈറ്റ് കുറവുള്ള ഒരു ഏരിയയിലാണ് ഇരുന്നത്, അതുകൊണ്ടാണ് ഇതിൻ്റെ ഈ ഒരു സൈഡൊക്കെ ഇങ്ങനെ കരിഞ്ഞ് ഒക്കെ പോയത്. ഈ ഒരു ലീഫിൻ്റെയൊക്കെ സൈഡെല്ലാം കരിഞ്ഞ് പോയതെന്ന് വെച്ചാൽ ഇത് വെച്ചിരുന്ന സ്ഥലത്ത് അത്യാവശ്യം ലൈറ്റ് കുറവായിരുന്നു. അപ്പോൾ നമ്മൾ അത്യാവശ്യം ലൈറ്റ് ഉള്ളിടത്ത് വെച്ചെങ്കിൽ ഇത് നല്ല ഹെൽത്തി ആയിട്ടും ആ ഒരു ഗ്രീനിഷും യെല്ലോയും കൂടെ കലർന്ന കളറൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ കണ്ടിലിൻ്റെ സൈഡൊക്കെ കരിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ എടുത്ത് നോക്കിയാൽ വെള്ളത്തിൽ ഇട്ടാണ് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് റൂട്ട്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ റൂട്ടൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവിടെയൊക്കെ ഒന്ന് കറുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നന്നായിട്ട് നമ്മളൊന്ന് വാഷ് ചെയ്ത് ഈ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് നമ്മൾ ഇടയ്ക്കിടയ്ക്കിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതിപ്പോൾ നിറയെ റൂട്ട്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ജസ്റ്റ് മണ്ണ് മാത്രമായാലും ഇത് പിടിച്ചോളും. ഇനി വേണമെങ്കിൽ മണ്ണിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കൊക്കോപ്പിറ്റും കൂടി ഇട്ട് ഇതിനെ നട്ട് കൊടുത്താൽ മതി. നട്ട് കൊടുത്തിട്ട് വല്ലപ്പോഴും ഒക്കെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്താലും ഇത് നന്നായിട്ട് വളരും, അല്ലെങ്കിൽ വെറുതെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി, ഈ ചെടി വളർന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു പ്ലാന്റ് വളർത്താൻ അത്ര സിമ്പിളാണ്. പ്രത്യേകിച്ച് ഒരു കെയറും ഒന്നും തന്നെ വേണ്ട. അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിലിട്ട് ഇതിനെ റൂട്ട് പിടിപ്പിക്കുന്നതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മണ്ണിലാണ് ഇതിനെ ഇട്ട് വെക്കുന്നതെന്ന് വെച്ചു. അപ്പോൾ മണ്ണിലാണ് നമ്മൾ ഇട്ട് വെക്കുന്നതെങ്കിൽ നമ്മളെപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചേക്കുകയാണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട. എങ്ങനെയുണ്ട് ഐഡിയ? അപ്പോൾ അത് റൂട്ടൊക്കെ വന്നതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇതേപോലെ നിയോൺ പോത്തോസോ അല്ലെങ്കിൽ ഏത് പോത്തോസായാലും ശരി അതിനെ വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ വെള്ളത്തിലൊക്കെ മുറിച്ചിട്ട് റൂട്ട്സൊക്കെ വന്നതിന് ശേഷം പോട്ടി മിക്സിലോട്ട് മാറ്റി കൊടുത്താൽ മതി കേട്ടോ.
അതിപ്പോൾ നിയോൺ പോത്തോസ് തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് പോത്തോസ് ആയാലും മതി. നമുക്കിതുപോലെ ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇതിപ്പോൾ ഒരു എൻജോയ് പോത്തോസാണ്. എൻജോയ് പോത്തോസും ഇത് നമ്മുടെ ഒരു ഗ്രീൻ കളറിലെ പോത്തോസാണ്. അപ്പോൾ ഏത് പോത്തോസ് വേണമെങ്കിലും നമുക്കിതുപോലെ വെള്ളത്തിലിട്ട് വളർത്താം. കണ്ടില്ലേ, ഇത് നമ്മുടെ പ്ലെയിൻ ഗ്രീൻ ആയിട്ടുള്ള ഇറിഗേഷൻസ് ഒന്നുമില്ലാത്ത ഒരു പോത്തോസാണ്. ഇത് പ്ലെയിൻ ഗ്രീൻ ആയിട്ടുള്ള പോത്തോസ്, ഇത് എൻജോയ് പോത്തോസ്, ഇത് നിയോൺ പോത്തോസ്. അപ്പോൾ ഏത് പോത്തോസിനെ വേണമെങ്കിലും നമുക്ക് അതിമനോഹരമായി പെട്ടെന്ന് റോഡ്സൊക്കെ പിടിപ്പിച്ച് ബുഷിയാക്കി വളർത്തിയെടുക്കാം. ഇതിപ്പോൾ ഇത് തന്നെ നോക്കിയാൽ നമുക്ക് കുറേ ഓരോ നോഡിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുത്ത് പുതിയ പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരുടെ വീട്ടിലും നല്ല അടിപൊളിയായി മനോഹരമായി ഇൻഡോറിലും ഹാങ്ങിങ്ങായും അതേപോലെ പുറത്തും ഔട്ട്സൈഡിലും ഒക്കെ അതിമനോഹരമായ നിയോൺ പോത്തോസ് നിറയട്ടെ. ഈ ട്രിക്സ് ഉപയോഗിച്ച് എല്ലാവരും പുതിയ 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 നിയോൺ പോത്തോസുകൾ വളർത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത്ര സിമ്പിളായി നമുക്ക് നിയോൺ പോത്തോസ് വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് ബുഷിയാക്കി വളർത്തിയെടുക്കാനുള്ള ടിപ്സ് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ അതിമനോഹരമായ നിയോൺ പോത്തോസിനെ കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇതിലും മനോഹരമായ മറ്റൊരു പ്ലാന്റിൻ്റെ വിശേഷവുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ഫ്രം സിജി നിജാസ്. താങ്ക് യു ഫോർ വാച്ചിങ്.